മാത്രമേ ഉള്ളൂ, ഒന്നും ആരും സഹായിച്ചിട്ടില്ലേ? നിങ്ങൾ ഞാൻ വണ്ടി കൂടി ഞാൻ നാളെ കൊണ്ടുപോകും. നാളെ ഈ പൊടി കൊച്ചിൻ്റെയൊക്കെ മോഹം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ദയനീയാവസ്ഥ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ വാർത്ത ചെയ്തത്. നമുക്ക് ഒരു സഹായവും കിട്ടിയില്ല, കൊച്ചിനെ രക്ഷപ്പെടുത്തി എടുത്താൽ മതി. കുട്ടിക്ക് എത്ര കാശ വേണമെന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ അല്ലേ? നമസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ മണനാക്കിനിപ്പുറം പാണൻ്റെ മുക്കിൽ ഒരു സുനിത ചേച്ചിയുടെ മകളുടെയും 2 പേരക്കുട്ടികളുടെയും വാർത്ത ഞങ്ങൾ ചെയ്തായിരുന്നു. ചെയ്ത ശേഷം 3 ലക്ഷത്തോളം ആൾക്കാർ കണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ടായിരുന്നു, എന്തായി കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കാറുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ വാർത്ത വന്നിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്തോ? വിളിച്ചോ? കുറച്ച് പേരൊക്കെ വിളിച്ചു മാത്രമേ ഉള്ളൂ, ഒന്നും ആരും സഹായിച്ചിട്ടില്ലേ? ഗൂഗിളിൽ 500 വെച്ച് 5000 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ. അല്ലാതെ 10 പൈസയും കിട്ടിയിട്ടില്ല. നമുക്ക് ചികിത്സയ്ക്ക് ഒന്നും. ആരൊക്കെ അരിയും സാധനം ഒന്നും കൊണ്ട് തന്നിട്ടില്ലല്ലേ? ആരും വന്നിട്ടും ഇല്ല. ഞങ്ങളന്ന് വന്നപ്പോഴത്തേക്ക് രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിന് ശേഷമാണ് പിന്നെ ആഹാരമൊക്കെ വാങ്ങിച്ച് നമുക്ക് കൊടുത്തത്. അപ്പോൾ അത്രയ്ക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. 2 കുട്ടികൾക്കും അസുഖമാണ്. ഈ പൊടി കൊച്ചിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ദയനീയാവസ്ഥ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ വാർത്ത ചെയ്തത്. ഒരുപാട് പേരൊക്കെ എന്നെ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു സഹായിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാനത് എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഞങ്ങളൊരു വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. കാരണം ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം 250-250 കമൻസുകൾ 3 ലക്ഷം ആൾക്കാർ കാണുന്നു. എന്നിട്ട് പോലും ഇവർക്ക് വേണ്ട സഹായം ലഭിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായൊരു വസ്തുതയാണ്. കാരണം ഈ കണ്ട 3 ലക്ഷം പേര് ഓരോരുത്തരും ഓരോ രൂപ വെച്ചിട്ടിരുന്നെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം. അങ്ങനെ കുട്ടികളുടെ ചികിത്സയുടെ കാര്യമാണ്. 2 സ്ത്രീകളാണ് പട്ടിണി കിടക്കുന്നത്. കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു, കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ ഹോസ്പിറ്റലിലോ? കൊച്ചിനെ കാണിക്കേണ്ട ദിവസമായിരുന്നു. വണ്ടി കൂലിക്ക് കാശില്ലാത്തതുകൊണ്ടാണോ? ഇനി പോയിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഇനി ഞാൻ വണ്ടി കൂലി ഞാൻ തരാം. നാളെ കൊണ്ടുപോകും. നാളെ ഉണ്ട്. നമുക്ക് ഒരു സഹായവും കിട്ടിയില്ല, ഇനി കൊച്ചിനെ രക്ഷപ്പെടുത്തി എടുത്താൽ മതി. കുട്ടിക്ക് എത്ര കാശ വേണമെന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ അല്ലേ? ഏതായാലും 3.5 ലക്ഷം രൂപയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഏകദേശം 3 ലക്ഷം പേരോളം ഈ വാർത്ത കണ്ടു. 250 കമൻറ്റ് വന്നു. ഈ കണ്ട ഓരോരുത്തരും 1 രൂപ വെച്ചിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ കുഞ്ഞാണ്, അവളെ മുഖത്തെനിക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പോയി. അന്നും ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങി പോയത്. കാരണം ഭക്ഷണം കഴിച്ചില്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. നമ്മൾ ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും എല്ലാം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം കഴിച്ചില്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ഞാൻ തന്നെ കരഞ്ഞു പോയി എന്ന്. ഏതായാലും ഞങ്ങളിതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതുവരെ അവർക്ക് വേണ്ട സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം വിസരണ സമയത്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കഴിയുന്നുള്ളവരൊക്കെ സഹായിക്കുക. ഈ കുട്ടിയുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? കഴിയുന്നുള്ള സഹായം കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്നത്. കഴിവുള്ളവർ സഹായിക്കുക. ഞാൻ എന്തായാലും ഒന്നും കൂടി ഇവരുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഒന്നും കൂടി ഞാൻ അയക്കാം. സ്പേസ് ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീകുമാർ സൈനിങ്.